Hi everyone, this is Abin from Everything on About Apple. iOS 15.4 നമ്മുടെ WWDC 2021 അവർ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും iOS 15 അവർ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അവസാനം വന്നത് നമ്മുടെ iOS 15.4 പക്ഷേ അതിനുശേഷം അത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ നിരവധി ബഗുകൾ നമ്മുടെ എല്ലാ ആപ്പിൾ യൂസേഴ്സിനും വന്നു. അതിൻ്റെ ബഗ് ഫിക്സ് ആയിട്ടാണ് നമ്മുടെ iOS 15.4.1 അവർ കഴിഞ്ഞ ദിവസം റിലീസായത്. അതിൻ്റെ ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അത് നിങ്ങളിപ്പോഴും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ജൂണിൽ നമുക്ക് എന്തായാലും WWDC 2022 കാണാൻ പറ്റും. അതായത് വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് നമുക്ക് ഈ ഒരു ജൂണിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോൺഫറൻസിൽ നമുക്ക് iOS 16, watchOS 9, macOS 13 എന്നീ പറഞ്ഞ എല്ലാ OSൻ്റെയും പുതിയ വേർഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലീക്സും റൂമേഴ്സും ടിപ്സും ട്രിക്സും നിങ്ങൾക്കുള്ള ഡൗട്ട്സും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ iOS 16 എനിക്ക് വേണ്ട മാറ്റങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് റീഡിസൈൻഡ് ഐക്കൺസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റീഡിസൈൻഡ് iOS 16. കാരണം ഈ ഒരു സെയിം ഇൻ്റർഫേസ് നമ്മൾ കുറേയായി കാണുന്നത്. ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് വരുമ്പോൾ നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് മാറുകയും അതേപോലെ കുറച്ചും കൂടെ ഭംഗിയാവുകയും ചെയ്യും. നമ്മുടെ iOS 15 നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചുകൾ വന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ മാപ്പിൻ്റെ ലോഗോ ഒന്ന് ചേഞ്ചായി. രണ്ടാമത്തത് നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷൻ്റെ ലോഗോ പഴയ iOSലുണ്ടായത് പുതിയ iOSലേക്ക് അവർ തിരിച്ചു കൊണ്ടുവന്നു എന്നത് മാത്രമാണ്. അല്ലാതെ വലിയ ഐക്കൺസിൽ ചേഞ്ചോ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർഫേസിൽ ചേഞ്ചോ ഒന്നും പുതുതായിട്ട് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് വരികയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആവും എന്നെനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബിൽ നമുക്ക് PIP അതായത് പിക്ചർ ഇൻ പിക്ചർ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ മെമ്പർഷിപ്പുള്ള ആൾക്കാർക്ക് മാത്രമാണ് കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും കോണ്ടൻറ്റ് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമ്മുടെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി കട്ടാവാറുണ്ട്. പക്ഷേ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത ആൾക്കാർക്ക് മാത്രം ആ ഒരു കോണ്ടൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പ്ലേ ചെയ്യും. നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസിലും അതായത് കോണ്ടൻറ്റ് പ്ലേ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആപ്ലിക്കേഷൻസിലും ആ ഒരു പിക്ചർ ഇൻ പിക്ചർ മോഡ് നമുക്ക് iOS തന്നെ എനേബിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് ഇൻട്രാക്റ്റീവ് വിജറ്റ്സ്. നമ്മുടെ iOSൽ നമുക്ക് വിജറ്റ്സ് വന്നപ്പോൾ ഭയങ്കരമായുള്ള ചേഞ്ച് ഒന്നും നമുക്ക് വന്നില്ല. കാരണം ഈ ഒരു വിജറ്റ്സ് ഇല്ലെങ്കിലും നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ വിജറ്റ്സ് വന്നപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് മാത്രമാണ് നമുക്ക് വന്നത്. ഈ ഒരു iOS 16 നമുക്ക് കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായ വിജറ്റ്സ് വരികയാണെങ്കിൽ നമുക്ക് അത് ഏറ്റവും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഈ ഒരു വിജറ്റിൽ നമുക്കൊരു പാട്ട് പ്ലേ ചെയ്യണമെങ്കിലും പോസ് ചെയ്യണമെങ്കിലും അതേപോലെ നേരത്തെ ഉള്ളൊരു പാട്ട് പ്ലേ ചെയ്യണമെങ്കിലും നമുക്ക് ഒന്നും പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുത്ത് അവിടെ നിന്ന് പ്ലേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ അതിൽ ടാപ്പ് ചെയ്ത് മ്യൂസിക് ആപ്ലിക്കേഷനിൽ പോയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും എല്ലാം പറ്റുന്നത്. പക്ഷേ ഈ ഒരു വിജറ്റ് തന്നെ നമുക്ക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിക്കുന്ന എളുപ്പത്തിന് നമുക്ക് അത്രയും ഇൻട്രാക്റ്റീവായിട്ട് നമ്മുടെ വിജറ്റ്സ് മാറ്റാനും പറ്റുന്നതായിരിക്കും. അടുത്ത കാര്യമാണ് നമ്മുടെ ക്യാമറ കൺട്രോൾ. കാരണം നമ്മുടെ ഐഫോണിൽ നമുക്ക് നിരവധിയായ ക്യാമറ കൺട്രോൾസ് കിട്ടുന്നുണ്ട്. അതായത് പോർട്രേറ്റ്, പാനറോമ, അതേപോലെ വീഡിയോ, സ്ലോ മോ, ടൈം ലാപ്സ്, ഇതേപോലെ ഇഷ്ടം പോലെ നമ്മുടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ
എന്തുകൊണ്ടാണ് നമുക്കൊരു പ്രോ മോഡ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് മോഡ് എന്ന് പറഞ്ഞ ഒരു ക്യാമറ മോഡ് നമ്മുടെ ഡിവൈസിലാകുക. ആ ഒരു ഓപ്ഷനിൽ കൂടെ നമ്മുടെ iOS 16 ക്യാമറയിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം അഡ്വാൻസ് അല്ലെങ്കിൽ പ്രോ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ക്യാമറ ഫീച്ചേഴ്സ് ഫുള്ളായിട്ട് നമ്മുടെ ഒറ്റ സ്ക്രീനിൽ വരികയും അതേപോലെ നമ്മുടെ എളുപ്പത്തിന് നമ്മുടെ ആ ഒരു ഫോട്ടോ എടുക്കാനും ഷെയർ ചെയ്യാനും ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ആ ഒരു പ്രോ മോഡിൽ വരികയാണെങ്കിൽ iOS 16 ക്യാമറ സൂപ്പറാവും. അടുത്ത ഫീച്ചറാണ് നമ്മുടെ ആപ്സിൻ്റെ സെറ്റിങ്സ്. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ക്യാമറ തന്നെ പറയാം. ഇപ്പോൾ ഈ ഒരു ക്യാമറ ആപ്പിൽ നമുക്ക് ലിമിറ്റഡായ ചേഞ്ചസ് മാത്രമാണ് വരുത്താൻ പറ്റുന്നത്. ഈ ഒരു ഐക്കണിൽ നമ്മുടെ എക്സ്പോഷറും ഫ്ലാഷും അതേപോലെ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, നമ്മുടെ റേഷ്യോയും കാര്യങ്ങളൊക്കെ മാത്രമാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ നമ്മുടെ ഐഫോണിൻ്റെ ക്യാമറ സെറ്റിങ്സ് നമ്മൾ മാറ്റണമെന്നാണെങ്കിൽ നമ്മൾ നേരെ ഹോമിലേക്ക് പോയി അവിടുന്ന് സെറ്റിങ്സ് എടുത്ത് താഴത്തേക്ക് പോയി ക്യാമറ കണ്ടുപിടിച്ച് അവിടുന്ന് സെറ്റിങ്സ് എടുക്കേണ്ടി വരും. ഇത്രയും പണിപ്പെട്ടാണ് നമ്മൾ ക്യാമറയുടെ സെറ്റിങ്സ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ക്യാമറ ആപ്പിൽ ഇവിടെ തന്നെ ഒരു ബട്ടൺ അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ക്യാമറ സെറ്റപ്പിലാണ്. ഇങ്ങനൊരു ചേഞ്ച് അല്ലെങ്കിൽ ഇങ്ങനൊരു ഷോർട്ട് കട്ട് നമ്മുടെ iOS 16 വരികയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഇത് ക്യാമറയിൽ മാത്രമല്ല മിക്ക ആപ്ലിക്കേഷൻസിലും വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം പിന്നെ നമുക്ക് ഇതേപോലെ ഹോമിൽ പോയി പിന്നെ സെറ്റിങ്സിൽ പോയി അവിടുന്ന് ഓരോ ആപ്ലിക്കേഷൻ തപ്പിപ്പിടിച്ച് അതിൻ്റെ പണിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെ നേരെ സെറ്റിങ്സിലേക്ക് പോകാനുള്ള ആ ഒരു ഷോർട്ട് കട്ട് വരികയാണെങ്കിൽ എളുപ്പത്തിന് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ iOS 16 ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ എല്ലാ ആപ്പിൾ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം iOS 16 നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴത്ത് നിങ്ങൾ കമൻ്റായിട്ട് അതിടുക. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും കാര്യം എന്നോട് ചോദിക്കണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. Go follow me in Instagram. And thank you so much for watching this whole video. This is Abin Xavier from Everything on About Apple.